Hi all, welcome to Chemaglam Field the Chemistry. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കർണാടക സ്റ്റേറ്റ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി സയൻറ്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. അപ്പോൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 1ഉം 2ലും എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്സ് കുറച്ച് പേര് തിരുത്തി കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ കമൻറ്റ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ കറക്റ്റ് ആൻസേഴ്സ് ആയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ കമൻറ്റ് ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക, അവിടെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസേഴ്സ് കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കമൻറ്റ് മാത്രമേ പിൻ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത കമൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൻസേഴ്സ് കുറേ താഴോട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റ്സ് കുറച്ചൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് പാർട്ട് 1ലുള്ളതാണ്. നമ്മളൊരു ഐഡോമെട്രിക് ടൈട്രേഷൻ്റെ ഒരു കാര്യമാണത്. അതിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ വന്ന മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 3CR3+ എന്നാണ് ആ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ I- എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇക്വേഷൻ ബാലൻസ്ഡ് ആയിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 2CR3+ എന്നും അതുപോലെ ഇവിടെ 2I- എന്നും കൂടി ഒന്ന് മാറ്റി എഴുതുക എല്ലാവരും. ഓക്കെ, അപ്പോൾ എന്നാലും മാത്രമേ ഇക്വേഷൻ ബാലൻസ് ആവുള്ളൂ. ഇനി സപ്പോസ് ഇപ്പോഴത്തെ ഈ ക്വസ്റ്റ്യന് അതൊരു പ്രോബ്ലം അല്ലായിരുന്നു. കാരണം നമ്മൾ ഡൈക്രോമേറ്റിൻ്റെ കോൺസെൻട്രേഷനിൽ അയഡിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ച് തയോസൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കാണുന്നതാണ്. ഇനി ഇൻ കേസ് നമ്മൾ ക്രോമിയം ആണ് എസ്റ്റിമേഷൻ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രോമിയത്തിൻ്റെ കോൺസെൻട്രേഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവിടെ അതൊരു പ്രശ്നമാകും. അപ്പോൾ ഇക്വേഷൻ ബാലൻസ് ചെയ്ത രീതിയിൽ തന്നെ പഠിക്കുക. അപ്പോൾ അത് എഴുതിയെടുത്തവർ ഒന്ന് മാറ്റിയിട്ട് ആ രണ്ട് വാല്യൂസ് ഒന്ന് മാറ്റി എഴുതുക. ഇവിടെ 2CR3+, അതുപോലെ ഇത് 2I-. അപ്പോൾ ഈ ഒരു കമൻറ്റ് തന്നിട്ടുള്ളത് അമൃത മനോജ് ആണ്. താങ്ക് യു അമൃത മനോജ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീഡിയോ 2ലുള്ളതാണ്, അബൌട്ട് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ആൻസർ മിഡ് പോയിൻറ്റ് 7 എന്നാണ്. അപ്പോൾ അത് റോങ് ആൻസറാണ്. pKa വാല്യൂ ഓഫ് ഇൻഡിക്കേറ്റർ ഈസ് വിത്തിൻ ഇറ്റ്സ് pH റേഞ്ച് എന്നാണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രശേഖർ. താങ്ക് യു ചന്ദ്രശേഖർ HB ഫോർ ദിസ്. അതേ വീഡിയോയിൽ തന്നെയുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇലക്ട്രോൺ ട്രാൻസിഷൻ ബിറ്റ്വീൻ 2 എനർജി ലെവൽ റിലീസസ് മോസ്റ്റ് എനർജി. അപ്പോൾ എൻ്റെ ആൻസർ A ആയിരുന്നു, ബട്ട് എനർജി റിലീസസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വേർഡ് റിലീസസ് എന്നുള്ളൊരു വേർഡ് ഉള്ളത് കൊണ്ട് തന്നെ എനർജീൻ്റെ വാല്യൂ നെഗറ്റീവാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പോസിറ്റീവ് വാല്യൂ എന്ന് പറയുന്ന അബ്സോർപ്ഷൻ ആണ്, റിലീസസ് എന്ന് പറയുന്ന സമയത്ത് നെഗറ്റീവ് വാല്യൂ ആണ് വരിക. അപ്പോൾ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് തന്നിട്ടുള്ളത്, ഈ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുള്ളത് സുഭാഗ് കെ സുരേഷ് ആണ്. താങ്ക് യു സുഭാഗ് കെ സുരേഷ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ കമൻറ്റ് ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ പോളറോഗ്രാഫിക് എസ്റ്റിമേഷൻ ദ ലിമിറ്റിംഗ് കറണ്ട് in microampere were 0.15, 4.65, 9.15, 27.15 when the concentration of lead are 0.05, 1, 3 etc. respectively. അപ്പോൾ ഫസ്റ്റ് 0 ഉണ്ട് കേട്ടോ. 0, 0.5, 1, 3 അങ്ങനെയാണ് എഴുതിയാൽ ഒന്ന് വിട്ടുപോയതാണ്. An unknown solution of Pb2+ gives a limiting current of 13.65 microampere. Concentration of lead2+ in the unknown solution is. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, പോളറോഗ്രാഫിക് എസ്റ്റിമേഷൻ്റെ സമയത്ത് നമുക്ക് ലിമിറ്റിംഗ് കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ അതിൻ്റെ ലിമിറ്റിംഗ് കറണ്ട് എത്രയാണെന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു അൺനോൺ സൊല്യൂഷനിൽ ലിമിറ്റിംഗ് കറണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമ്മൾ ലാബിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഗ്രാഫ് വരച്ച് ആണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ കറണ്ട് ഡെൻസിറ്റിയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും കൂടി പ്ലോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കർവ് കിട്ടുക. അപ്പോൾ ഇതിൽ നമുക്ക് ലിമിറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ. അപ്പോൾ നമ്മളിവിടെ ബാക്കി ടേംസ് ഒന്നും കാര്യമാക്കണ്ട. അതായത് ID, ലിമിറ്റിംഗ് കറണ്ട് ID ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് 2 ID വാല്യൂ അതുപോലെ 2 കോൺസെൻട്രേഷൻ തന്നിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ID1/ID2 എന്ന് പറയുന്നത് C1/C2 ആണ്. അപ്പോൾ ID1 എങ്ങനെ കിട്ടും, നമുക്ക് ഇവിടെ കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ 2 വാല്യൂസും മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു കറണ്ട് കിട്ടി. ID2 എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ള ഒരു ഇതിന് അൺനോണിൻ്റെ ലിമിറ്റിംഗ് കറണ്ട് തന്നിട്ടുണ്ട്. അത് നമുക്ക് ID2 ആയിട്ട് കൺസിഡർ ചെയ്യാം.
അപ്പോൾ C1 എന്ത് വരും? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര വന്നു? 3 - 1 2 മില്ലി മോളാർ. അപ്പോൾ നമുക്ക് 3 വാല്യൂസ് കിട്ടി. ID1 കിട്ടി, ID2 കിട്ടി, C1 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? C2 കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ C2 എങ്ങനെ കാണാം? C1 × ID2 / ID1. അപ്പോൾ 1.516 മില്ലി മോളാർ എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ഏകദേശം വാല്യൂ ഉള്ളത് 1.5. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിക്വിഡ് ക്രോമറ്റോഗ്രഫി ഈസ് എ ടെക്നിക് ഫോർ സെപ്പറേറ്റിംഗ് അയോൺസ് ദാറ്റ് ആർ നോട്ട് ഡിസോൾവ്ഡ് ഇൻ എ സോൾവെന്റ്, അയോൺ ദാറ്റ് ആർ ഡിസോൾവ്ഡ് ഇൻ എ സോൾവെന്റ്, അയോൺ ദാറ്റ് ആർ ഡിസോൾവ്ഡ് ഇൻ എ സൊല്യൂട്ട്, ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ ലിക്വിഡ് ക്രോമറ്റോഗ്രഫിയിൽ നമ്മൾ എടുക്കുന്ന മൊബൈൽ ഫേസ് എന്താണ്? ലിക്വിഡാണ്. അപ്പോൾ നമ്മൾ അയോൺസ് എല്ലാം ആ സോൾവെൻറ്റിൽ അല്ലെങ്കിൽ ആ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യുക. അതാണ് അതിൻ്റെ ടെക്നിക്ക്. അപ്പോൾ ആൻസർ എന്താണ്? അയോൺസ് ദാറ്റ് ആർ ഡിസോൾവ്ഡ് ഇൻ സോൾവെന്റ് ആണ് ലിക്വിഡ് ക്രോമറ്റോഗ്രഫിയിൽ കൺസിഡർ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഗ്യാസ് ക്രോമറ്റോഗ്രഫി ദ ബേസിസ് ഫോർ സെപ്പറേഷൻ ഓഫ് കമ്പോണൻറ്റ് ഓഫ് എ വോളറ്റൈൽ മെറ്റീരിയൽ ഈസ് ഇൻ ദ ഡിഫറൻസ് ഇൻ പാർഷ്യൽ കോഎഫിഷ്യൻറ്റ്, കണ്ടക്ടിവിറ്റി, മോളിക്കുലർ വെയിറ്റ് ആൻഡ് മൊളാരിറ്റി. അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പാർഷ്യൽ കോഎഫിഷ്യൻ്റ് ആണ് ഗ്യാസ് ക്രോമറ്റോഗ്രഫിയിൽ സെപ്പറേഷനിലുള്ള അത് എന്തിൻ്റെ ബേസിലാണെന്നാണ്? പാർട്ടീഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ ബേസിൽ. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്കാം. In reverse phase chromatography, stationary phase is made non-polar, polar, either polar or non-polar, none of these. അപ്പോൾ റിവേഴ്സ് ഫേസ് അറിയുന്നതിന് മുമ്പ് നമുക്ക് എന്തറിയണം? നോർമൽ ഫേസ് അറിയണം. അപ്പോൾ നോർമൽ ഫേസിൽ എന്താണ് പറയുക? സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് പോളാറും അതുപോലെ മൊബൈൽ ഫേസ് എന്ന് പറയുന്നത് നോൺ പോളാറും ആയിരിക്കും. അപ്പോൾ റിവേഴ്സ് എന്തായിരിക്കും? ജസ്റ്റ് റിവേഴ്സ് ആയിരിക്കും. അപ്പോൾ സ്റ്റേഷനറി ഫേസ് നോൺ പോളാറും മൊബൈൽ ഫേസ് എന്തായിരിക്കും? പോളാറും ആയിരിക്കും. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേഷനറി ഫേസ് ആണ്. റിവേഴ്സിൽ സ്റ്റേഷനറി ഫേസ് എന്താണ്? നോൺ പോളാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. The reagent used for the chemical detection of ammonium is Grignard reagent, Grease reagent A and B, Nestle's reagent, Dragendorf reagent. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്താണ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് എന്ന് പറയുന്നത്? RMGX എന്നാണ് നമ്മളതിനെ ഷോർട്ടായിട്ട് എഴുതുക. അത് ഒരുപാട് ഓർഗാനിക് സിന്തസിസിൻ്റെ ഒരു റിയേജൻ്റാണ്. നമുക്ക് ആൽക്കഹോള് അതുപോലെ കീറ്റോൺസ് ഇങ്ങനെ ഒരുപാട് ഓർഗാനിക് സിന്തസിസ് ഗ്രിഗ്നാർഡ് റിയേജൻറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഗ്രീസ് A and B എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീസ് A and B എന്ന് പറയുന്ന റിയേജൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.2% N1-നാഫ്തൈൽ എത്തിലീൻ ഡയമീൻ ഡൈഹൈഡ്രോക്ലോറൈഡ്. ഓക്കെ, 0.2% N1-നാഫ്തൈൽ എത്തിലീൻ ഡയമീൻ ഡൈഹൈഡ്രോക്ലോറൈഡ്. അതാണ് എ എന്നുള്ള പാർട്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2% സൾഫാനിലാമൈഡ് ഇൻ 5% ഫോസ്ഫോറിക് ആസിഡ്. അതാണ് ബി. 2% സൾഫാനിലാമൈഡ് ഇൻ 5% ഫോസ്ഫോറിക് ആസിഡ്. അതാണ് ബി. അതാണ് ടോട്ടൽ ഗ്രീസ് റിയേജൻറ്റ് A and B എന്ന് പറയുന്നത്. ആ 2 റിയേജൻറ്റും കൂടി മിക്സ് ആക്കിയിട്ടുള്ളതാണ്. അത് നമുക്ക് പ്രസൻസ് ഓഫ് നൈട്രേറ്റിൻ്റെ പ്രസൻസ് കാണാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നെസ്ലെസ് റിയേജൻറ്റ് നിങ്ങൾ ലാബിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഡിറ്റക്ഷൻ ഓഫ് അമോണിയ ഓർ അമോണിയം അയോൺ, അതിനാണ് നെസ്ലെസ് റിയേജൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെസ്ലെസ് റിയേജൻറ്റ് നമ്മൾ ബോട്ടിലിൽ ഒരു ബ്രൗൺ ലിക്വിഡ് പോലെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ശരിക്കും അതിലത്തെ ആക്റ്റീവ് സ്പീഷീസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ HgI4 ആണ്. അതായത് പൊട്ടാസ്യം മെർക്കുറിക് അയഡൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ടെട്രാ അയഡോ മെർക്യൂറേറ്റ് 2, അങ്ങനെ 2 രീതിയിൽ നമുക്ക് തന്നെ പറയാം. പൊട്ടാസ്യം മെർക്കുറിക് അയഡൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ടെട്രാ അയഡോ മെർക്യൂറേറ്റ് 2, അതാണ് ഇത് നെസ്ലെസ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. അത് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ കളറേഷൻ തരും. ഇനി ഡ്രാഗൺഡോർഫ് റിയേജൻറ്റ് എന്ന് പറയുന്നത് ആൽക്കലോയിഡ്സിൻ്റെ ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് നോർമലി റെഡ് കളറോ അല്ലെങ്കിൽ റെഡ് പ്രസിപ്പിറ്റേറ്റോ ആണ് തരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ എന്താണ്? നെസ്ലെസ് റിയേജൻറ്റ്. നെക്സ്റ്റ്, വാട്ട് യൂസ്ഫുൾ ഇൻഫർമേഷൻ ക്യാൻ ബി ഫോംഡ് ഫ്രം വാൻ ഡിമെറ്റർ പ്ലോട്ട്?
the selectivity factor, optimum mobile phase flow rate, optimum column temperature, optimum column length. It relates the variance per unit length of separation of column to the linear mobile phase velocity. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫേസിൻ്റെ ഫ്ലോ റേറ്റിന് ഡിപ്പെൻഡ് ചെയ്യുക, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരുന്ന ഒരു പ്ലോട്ടാണ് വാൻ ഡീംറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേസ് അബ്സോർപ്ഷൻ ഈസ് റിലേറ്റഡ് ടു ട്രാൻസ്മിറ്റൻസ്? Absorption is logarithm of transmittance, absorption is reciprocal of transmittance, absorption is the negative logarithm of transmittance, absorption is the multiple of transmittance. അപ്പോൾ നമുക്ക് അബ്സോർബൻസും അതുപോലെ തന്നെ ട്രാൻസ്മിറ്റൻസും തമ്മിലുള്ള റിലേഷൻ അറിയണം. അപ്പോൾ ഇത് നമ്മൾ പഴയ ബിയർ ലാംബേർട്സ് ലോ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? എ എന്ന് പറയുന്നത് ലോഗ് I0/I ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? log 1/t എന്ന് എഴുതാം, മൈനസ് ലോഗ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ CL. ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അബ്സോർബൻസ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നും കൂടി പറയും. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് ആൻസർ? എന്താണ് അബ്സോർപ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതാണ് ട്രാൻസ്മിറ്റൻസ്, നെഗറ്റീവ് ലോഗരിതം ഓഫ് ട്രാൻസ്മിറ്റൻസ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, ഇടയിൽ കുറേ നമ്പേഴ്സ് മിസ്സായിട്ടുണ്ടാകും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറൻസിക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണത് എടുക്കാത്തത്. കാരണം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സ്പ്ലോസീവ്, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് കെമിസ്ട്രി പാർട്ടിൽ വരുന്നതല്ല, അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയത്. ഓക്കെ, അങ്ങനെയുള്ള 1-2 ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഇടയിൽ പെട്ടിട്ടുണ്ട്. അതാണ് നമ്പേഴ്സ് അങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി ഇക്വേഷൻ A = എപ്സിലോൺ BC, വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ എപ്സിലോൺ? അപ്പോൾ എപ്സിലോൺ എന്ന് പറയുന്നത് അബ്സോർപ്റ്റിവിറ്റി ആണോ, മോളാർ അബ്സോർപ്റ്റിവിറ്റി ആണോ, പാത്ത് ലെങ്ത് ആണോ, നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതിൽ B എന്ന് പറയുന്നത് പാത്ത് ലെങ്ത് ആണ്, C എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ആണ്, A എന്ന് പറയുന്ന അബ്സോർബൻസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ്, എപ്സിലോൺ എന്ന് പറയുന്നത് മോളാർ അബ്സോർപ്റ്റിവിറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് കെമിക്കൽ ഈസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ഫീനോഫ്തലിൻ ഇൻ ബ്രൈബ് ട്രാപ്പ് കേസസ്? സോഡിയം കാർബണേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ബോറിക് ആസിഡ്, നൺ ഓഫ് ദിസ്. അപ്പോൾ ഇത് നിങ്ങൾ കുറേ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഈ നോട്ട് കൊടുത്തിട്ട്, ഇപ്പോൾ കള്ളനോട്ട് കൊടുത്ത ശേഷം കുറച്ച് ആൾക്കാർ വന്നിട്ട് ഒരു ലിക്വിഡിൽ നമ്മളെ കൈയിട്ട് മുക്കും, അപ്പോൾ ഒരു കളറ് വരുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിന് നമ്മൾ ലോക്കാർഡ് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ചേഞ്ച് അങ്ങനെ ഒരു ടേമൊക്കെ പറയും. അപ്പോൾ ഫിനോഫ്തലിൻ ശരിക്കും നമ്മൾ ആൻറ്റി കറപ്ഷൻ കേസസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫിനോഫ്തലിൻ ആദ്യം നോട്ടിലാണെങ്കിൽ എവിടെയാണെങ്കിലും അതിൻ്റെ പൗഡർ നമ്മൾ അതിൻ്റെ മുകളിലിടും. അതിനുശേഷം നമ്മളൊരു സൊല്യൂഷനിൽ ഇത് നമ്മൾ കൈ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിങ്ക് കളർ വരും. ആ ഡിപ്പ് ചെയ്യുന്ന സൊല്യൂഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പോൾ ഉണ്ടാകുന്ന കളർ ചേഞ്ച് അല്ലെങ്കിൽ ഫിനോഫ്തലിൻ്റെ സ്ട്രക്ചേഴ്സ് തമ്മിലുള്ള ചേഞ്ച് എങ്ങനെയാണെന്ന് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമൽ ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് കളർലെസ് ആണ്, അത് ബെൻസോയിഡ് ഫോമിലാണ് ഉണ്ടാവുക. ബെൻസോയിഡ് ഫോം എന്ന് പറഞ്ഞാൽ ബെൻസീൻ്റെ ഫോമിലായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ബേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അതുപോലെ തന്നെ ഈ പാർട്ട് എന്തായിട്ട് മാറും? ക്യുനോയിഡ് ഫോമിലോട്ടേക്ക് മാറും. അപ്പോൾ ഫിനോഫ്തലിൻ്റെ ക്യുനോയിഡ് ഫോമാണ് പിങ്ക് കളർ, ഫിനോഫ്തലിൻ്റെ ബെൻസോയിഡ് ഫോം കളർലെസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം കാർബണേറ്റിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഡസ് എ കാർബണിക് സ്ട്രെച്ച് അപ്പിയർ ഇൻ ദ IR സ്പെക്ട്രം? 1742, 1720, 1872, 1650, 3642, 3250, 1600 to 1100. 1100. അപ്പോൾ ഇവിടെ കാർബണിൻ്റെ സ്ട്രെച്ച് എന്ന് പറയുമ്പോൾ 1700 റീജിയൺ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 20 ഡിഫറൻസേ ഉള്ളൂ, അതായത് 1720 to 1740. അപ്പോൾ നമ്മൾ IR ഓൾറെഡി പറഞ്ഞ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1715 എന്നുള്ളൊരു നോർമൽ കീറ്റോണെന്ന്. അതിൽ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കുറയാം കൂടാം. അപ്പോൾ നമ്മൾ ഒരു 1750 എന്ന് പറഞ്ഞൊരു വാല്യൂ കുറേ സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ കാർബണിക് സ്ട്രെച്ചിങ് ഉള്ള പോർഷനാണ്, പക്ഷേ എൻറ്റയർ കാർബൺ സ്ട്രെച്ച് ഈ ഒരു റീജിയണിൽ കിട്ടൂല.
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റീജിയൺ ഓക്കെയാണ്. കാരണം 1800 എന്താണ് വരുന്നത്, നമ്മളെ എസ്റ്റർ പാട്ട് വരുന്നത്, അതുപോലെ റിങ്ങിലുള്ള ആ ഒരു പോർഷനൊക്കെ വരുന്നത് 1870 ആ ഒരു റീജിയനിലോട്ടേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ആൽഡിഹൈഡിൻ്റെ എല്ലാം പോർഷൻ വരുന്ന സമയത്ത് 1700 താഴെയായിരിക്കും വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു റീജിയൺ ഓക്കെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 3200 ആ റീജിയൺ എന്ന് പറയുന്നത് നമ്മുടെ OH വരുന്ന റീജിയണാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളെ നോർമൽ സി, സിംഗിൾ ബോണ്ട്, BR അങ്ങനെയെല്ലാം വരുന്ന റീജിയൻസ് ആണ്. അപ്പോൾ നമ്മളെ ആൻസർ എന്താണ്, 1870 to 1650. അപ്പോൾ IR വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഐ ബട്ടണിലും കൊടുക്കാം. അപ്പോൾ ഒന്ന് കാണാം. കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 വീഡിയോസും കാണാം. അടുത്തത്, ഗ്രേറ്റിംഗ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഇൻ ദ സ്പെക്ട്രോഫോട്ടോമീറ്റർ ടു ഫംഗ്ഷൻ ആസ് ലൈറ്റ് സോഴ്സ്, മോണോക്രോമേറ്റർ, ഡിറ്റക്ടർ ആൻഡ് നെബുലൈസർ. അപ്പോൾ ഇത് മോണോക്രോമേറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതൊരു നാരോ സ്പെക്ട്രൽ ബാൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതായത് മോണോക്രോമേറ്റർ. അടുത്തത്, ദ ഫ്രീക്വൻസി ഓഫ് ട്രാൻസിഷൻ ഈസ് 5.4 × 10⁻15 ഹെഡ്സ്. വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് വേവ് ലെങ്ത്? അപ്പോൾ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് കാണണം. ഇത് നമ്മൾ സ്പെക്ട്രോസ്കോപ്പിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി സ്പെക്ട്രോസ്കോപ്പിൻ്റെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ന്യൂ എന്ന് പറയുന്നത് എന്താണ്, C/λ ആണ്. ലാംഡ കാണണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. ഇതുകൊണ്ടാണ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്നാണ്. സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് വേവ് നമ്പറിൻ്റെ യൂണിറ്റ് ആണ്. വേവ് ലെങ്ത് മീറ്റർ, നാനോമീറ്റർ അങ്ങനെയുള്ള യൂണിറ്റ്സ് ആണ് വരിക. അപ്പോൾ ന്യൂ എന്ന് പറയുന്നത് C/λ, ലാംഡ എന്ന് പറഞ്ഞാൽ C/ν. അപ്പോൾ 3 × 10⁸ m/s. ഈ ഹെഡ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം, സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 5.4 × 10⁻15 സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആൻസർ കിട്ടി. 5.56 × 10⁸8 മീറ്റർ. അപ്പോൾ 5.6 × 10⁻8 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോമ്പൗണ്ട് ദാറ്റ് എക്സിബിറ്റ്സ് ഷാർപ്പ് ബാൻഡ്സ് അറ്റ് 3300 and 2150 in the IR spectrum is 1-butane, 2-butane, butyronitrile, butylamine. അപ്പോൾ അമീൻ ഉണ്ട്. അമീൻ്റെ റേഞ്ച് എവിടെയാണ്, 3300 3300 അങ്ങോട്ടാണ്. അപ്പോൾ 2150 എന്ന് പറയുന്നത് 2150 എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ടിൻ്റെ റീജിയണാണ്. ഒന്നിക്കൽ C ട്രിപ്പിൾ ബോണ്ട് N ആവാം, അല്ലെങ്കിൽ C ട്രിപ്പിൾ ബോണ്ട് C ആവാം, C ട്രിപ്പിൾ ബോണ്ട് N ആവാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ C ട്രിപ്പിൾ ബോണ്ട് C ഈ ഒരു വാല്യൂ കൊടുക്കാം. അതുപോലെ തന്നെ 3300 എന്ന് പറയുന്നത് ഈ എൻഡ് ആൽക്കെയിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇതിൽ എൻഡ് ആൽക്കെയിൻ ഉള്ളത് എവിടെയുള്ളൂ, 1-butane ഉള്ളൂ. 2-butane എന്ന് പറയുമ്പോൾ അതിൽ C ഈ ഒരു ബാൻഡ് മിസ്സിംഗ് ആണ്. ബ്യൂട്രോനൈട്രിൽ CN ബോണ്ട് ഉണ്ട്, പക്ഷേ ഈ ഒരു വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ ഓപ്ഷൻ ഏതാണ്, 1-butane. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക് ദാറ്റ് ക്യാൻ ഡിസ്റ്റിംഗ്വിഷ് unambiguously between trans 1,2-dichloroethylene and cis-dichloroethylene without any numerical calculation. മൈക്രോവേവ്, UV, എക്സ്റേ, ഗാമാ റേ. അപ്പോൾ മൈക്രോവേവ് എന്ന് പറയുന്നത് എന്താണ്, ഡൈപോൾ മൊമെൻറ്റ് 0 ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിലൊരു പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവണം. അപ്പോൾ 1 ട്രാൻസിൽ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. അപ്പോൾ അതിന് ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കും. സിസിലാവുന്ന സമയത്ത് എന്താണ്, ഡൈപോൾ മൊമെൻറ്റ് 0 ആയിരിക്കില്ല. അങ്ങനെ നമുക്ക് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, ദ എക്സ്പെക്റ്റഡ് HH ബോണ്ട് ആംഗിൾ ഇൻ H3+. അപ്പോൾ H3+ൻ്റെ സ്ട്രക്ചർ അറിയണം. ഇതാണ് H3+ൻ്റെ സ്ട്രക്ചർ. ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസിൽ ഉള്ള പോലെ ഉണ്ടാവും. നടുവിൽ എന്താണ്, ഒരു പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും, 120. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ്, ഇത്രയും ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് വേറൊരു സജഷൻ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇതുപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ കമൻറ്റ് ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ നിങ്ങളെ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.